إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات പൊതുവെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമസ്കാരത്തിൽ ഒരു ഖുശൂ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ നമസ്കാരത്തിൽ എനിക്കൊരു ഭയഭക്തി ലഭിക്കുന്നില്ല എന്ന് നമുക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ തോന്നാറുണ്ട്. എന്താണ് അതിന് കാരണം? എന്താണ് നമസ്കാരത്തിൽ നമുക്ക് ഭയഭക്തി നേടിയെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സലഫുകളായ ഉലമാക്കൾ നമസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ, ഖുശൂ ലഭിക്കാൻ, ഭയഭക്തി ലഭിക്കാൻ പല കാര്യങ്ങളും അവരുടെ കിതാബുകൾ രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിൽപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി എന്താണ് ഖുശൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഖുശൂഇന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള താരീഫ്, നിർവചനം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, അൽ ഖുശൂ, ഖുശൂ എന്ന് പറഞ്ഞ ഖിയാമുൽ ഖൽബി ബൈന യദൈ റബ്ബി ബിൽ ഖുദൂഇ വദ്ദുൽ. ഖിയാമുൽ ഖൽബ്, ഹൃദയം സ്ഥിരപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഖുദൂഓട് കൂടിയും താഴ്മയോട് കൂടിയും അനുസരണയോട് കൂടിയും അല്ലാഹുവിന്റെ മുമ്പിൽ ഹൃദയം സ്ഥിരപ്പെടുക, കീഴൊതുങ്ങുക എന്നുള്ളതാണ് ഖുശൂഇന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ കൊടുത്ത മറുപടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅജ്മഅൽ ആരിഫൂന, ഖുശൂഇന് ഒരു നിർവചനം പറഞ്ഞിട്ടുള്ള എല്ലാ ഉലമാക്കളും ഏകോപിച്ചിട്ടുണ്ട്. അല അന്നൽ ഖുശൂഅ, തീർച്ചയായും ഖുശൂ, ഭയഭക്തി എന്നുള്ളത് മഹല്ലുഹുൽ ഖൽബ്, അതിന്റെ സ്ഥാനം ഖൽബാണ്, ഹൃദയമാണ് എന്നുള്ളതിൽ എല്ലാ നിർവചനം പറഞ്ഞ ഉലമാക്കൾക്കും ഇത്തിഫാഖുള്ള, യോജിപ്പുള്ള വിഷയമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസമറതുഹു അലൽ ജവാരിഹ്, ഒരാൾക്ക് ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാകുമ്പോൾ ആ ഖുശൂഇന്റെ ഫലങ്ങൾ അവന്റെ അവയവങ്ങളിലൂടെയാണ് അതിന്റെ ഫലം പുറത്തു വരിക. വഹിയ തുസ്ഹിറു, അവന്റെ അവയവങ്ങൾ അവന്റെ മനസ്സിലുള്ള ഖുശൂഇനനുസരിച്ച് അവന്റെ അവയവങ്ങൾ ആ ഖുശൂഇനെ പുറത്തേക്ക് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വറഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഅബസു ബിലിഹ്യതിഹി ഫിസ്സലാ. ആ മനുഷ്യൻ തന്റെ നമസ്കാരത്തിൽ താടിമേൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ താടിമേൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിൽ. ഫഖാല, അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ, ഈ മനുഷ്യന്റെ ഹൃദയമെങ്ങാനും ഖുശൂ ഉള്ളതായിരുന്നുവെങ്കിൽ ലഖശഅത് ജവാരിഹു, അവന്റെ അവയവങ്ങളും ഖുശൂ ഉള്ളതായി തീരുമായിരുന്നു എന്ന് പറഞ്ഞ ഹൃദയത്തിൽ ഖുശൂ ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ ഫലം പിന്നെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുന്നത്. നമസ്കാരത്തിൽ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വറുബ്ബ മുസല്ലിൻ, എത്ര നമസ്കാരക്കാരാണ്, ലാ ഖൈറ ഫീഹ്, ഒരു ഖൈറുമില്ലാത്ത എത്ര നമസ്കാരക്കാരാണുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വയൂഷികു അൻ തദ്ഖുല മസ്ജിദൽ ജമാഅ, നീ ജമാഅത്ത് നടക്കുന്ന ഒരു പള്ളിയിൽ പ്രവേശിക്കുകയും അങ്ങനെ ഫലാ തറാ ഫീഹിം ഖാശിഅ, ആ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ഖുശൂ ഉള്ള ഭയഭക്തിയുള്ള ഒരു നമസ്കാരക്കാരെയും കാണാത്ത ഒരു അവസ്ഥ അത് സംഭവിക്കാറായിട്ടുണ്ട്, അത് അടുക്കാറായിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുകയാണ്. അപ്പൊ ഖുശൂ ഇല്ലാത്ത നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാത്ത ഒരു അവസ്ഥ ഇന്ന് ധാരാളമായി നമുക്കിടയിൽ ഉള്ളൊരു കാര്യമാണ്. പല ആളുകളും അങ്ങനെ ആവലാതി തന്നെ പറയാറുണ്ട്, എനിക്ക് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കുന്നില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ മുഅ്മിനുകളായ ആളുകളെ സംബന്ധിച്ച് മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് അവരുടെ പല സിഫത്തുകൾ, വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല എണ്ണി പറയുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുഅ്മിനിലൂടെ പറയുകയാണ്, മുഅ്മിനുകളായ ആളുകൾ ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എങ്ങനെയുള്ളവരാണ് അവർ? തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ള ഭയഭക്തിയുള്ള ആളുകളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖുശൂഇന് ഉലമാക്കൾ വലിയൊരു മൻസിലത്ത് തന്നെ, ഒരു സ്ഥാനം, പദവി തന്നെ നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, ഫസ്വലാത്തുൻ, ഒരു നമസ്കാരമാകുന്നത്, ബിലാ ഖുശൂഇൻ വലാ ഹുദൂരിൻ, ഖുശൂ ഇല്ലാതെ ഭയഭക്തിയില്ലാതെ ഹൃദയ സാന്നിധ്യമില്ലാതെ ഉള്ള ഒരു നമസ്കാരം ഏതുപോലെയാണ്? കബദനിൻ മയ്യിത്തിൻ ലാ റൂഹ ഫിഹാ, റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത മയ്യിത്തായ ഒരു ബദൻ, ഒരു ബോഡിയെ പോലെയാണ്, ഒരു ശരീരത്തെ പോലെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഖുശൂഇന് വലിയ സ്ഥാനം തന്നെയാണ് പണ്ഡിതന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കളിൽ ഒരു വിഭാഗം ആളുകൾ ഖുശൂ ഇല്ലാതെ, അധികവും ഖുശൂ ഇല്ലാത്ത അവസ്ഥയിൽ നമസ്കരിച്ച ഒരാൾ, അവന്റെ നമസ്കാരത്തിൽ അധിക സന്ദർഭങ്ങളും ഖുശൂ ഇല്ലാത്ത തഅഖുൽ, അതിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അള്ളാഹുമായി ബന്ധം, ആ ബോധമില്ലാതെ ഖുശൂ ഇല്ലാതെ നമസ്കരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ മാറ്റി നമസ്കരിക്കണമെന്ന് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനത്രക്കും പ്രാധാന്യം കൊടുത്തവരാണ് അവർ. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം എന്ന നിലക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമസ്കാരത്തിൽ ഖുശൂഅ് നമുക്ക് ലഭിക്കാൻ ചെയ്യേണ്ടത് എന്ന് സലഫുകൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമസ്കാരത്തിലല്ല അല്ലാത്ത ഏത് സന്ദർഭത്തിലായാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, മഅരിഫത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് മനസ്സിലാക്കൽ. ബി അസ്മാഇഹി, അള്ളാഹുവിന്റെ എങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കണം? ബി അസ്മാഇഹി, അവന്റെ അസ്മാഉകൾ മനസ്സിലാക്കി പഠിക്കുന്നതോടുകൂടെ, വ സിഫാത്തിഹി, അള്ളാഹുവിന്റെ സിഫത്തുകൾ മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ, വ ഉലൂഹിയത്തിഹി വ റുബൂബിയ്യ, അള്ളാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ്, ഈ ലോകമെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് തുടങ്ങിയ വിജ്ഞാനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഖുശൂ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഉദാഹരണമായി അസ്സമീഅ, എല്ലാം കേൾക്കുന്നവൻ,
അല്ല അൽ ബസീർ, എല്ലാം കാണുന്നവൻ. ആ ഒരു അസ്മാഇനെ കുറിച്ചും അതിലുള്ള ബസർ, സം, കേൾവി, കാഴ്ച എന്ന സിഫത്തിനെ കുറിച്ചൊക്കെ ഒരു മുഅ്മിൻ യഥാർത്ഥത്തിലേക്ക് അവൻ പഠിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ അല്ലാഹു കാണും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു കാണും, അല്ലാഹു ഞാൻ പറയുന്നതൊക്കെ കേൾക്കും എന്നൊരു ചിന്ത അവനിൽ ഉണ്ടാവുകയും അവനിൽ അല്ലാഹുവിൽ ഒരു ഭയപ്പാടുണ്ടാവുകയും ചെയ്യും സ്വാഭാവികമായിട്ടും. അങ്ങനെ സിഫത്തുകളും ഓരോ കാര്യങ്ങളും അല്ലാഹുവെ കുറിച്ച് മനസ്സിലാക്കൽ അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിമിന് ഒരു ഖുശൂ' ലഭിക്കുകയുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചു, അല്ലാഹുവെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ പൊതുവെ ആളുകൾ എങ്ങനെ, എല്ലാവരും പറയും അള്ളാഹിനെ കുറിച്ച് നമുക്കറിയാലോ, അല്ലാഹു ആരാൻ നമുക്കറിയാലോ എന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. അദ്ദേഹം രണ്ട് രീതിയിൽ അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന് മഅരിഫത്തു ഇഖ്റാർ, അല്ലാഹു സുബ്ഹാനഹു തആല വുജൂദാണ്, ഉണ്ട് എന്ന് അംഗീകരിക്കുക. അത് പൊതുവെ എല്ലാവരും അദ്ദേഹം പറയാ വഹിയല്ലത്തി ഇഷ്തറക ഫീഹ الناس والبر والفاجر والمطيع والعاصي. ആ കാര്യത്തിൽ തിന്മ ചെയ്യുന്നവനും നന്മ ചെയ്യുന്നവനും തെമ്മാടിയും ഗുണമുള്ളവനും എല്ലാം സെയിമാണ്. അത് ഏകദേശം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം, അല്ലാഹുവെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മഅരിഫത്തുൻ തൂജിബുൽ ഹയാഅ മിൻഹു. അതൊരു അറിവാണ്. എങ്ങനത്തെ അറിവാ? തൂജിബുൽ ഹയാഅ മിൻഹു, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവെ തൊട്ട് ലജ്ജ അനിവാര്യമാക്കുന്ന നിർബന്ധമാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കൽ. വൽ മഹബ്ബത ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഏറ്റവും അങ്ങേയറ്റം സ്നേഹമുണ്ടാക്കുന്ന അതിനെക്കുറിച്ചുള്ള മാരിഫത്ത്, അത് അനിവാര്യമാക്കുന്ന അറിവ്. വതഅല്ലുഖൽ ഖൽബി ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏത് നിമിഷവും ഖൽബ് ബന്ധപ്പെട്ടു നിൽക്കുക, അത് അനിവാര്യമാക്കുന്നതായ ഇൽമ്, അറിവ്. വശൗഖ ഇലാ ലിഖാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് അങ്ങേയറ്റം കൊതിക്കുന്ന, ആ കൊതിയെ നിർബന്ധമാക്കുന്ന അറിവ്. വഖശിയതഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കണം, അല്ലാഹുവിനെ ഭയക്കണം എന്നുള്ളതിനെ നിർബന്ധമാക്കുന്ന അറിവ്. വൽ ഇനാബത ഇലൈഹി, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണമെന്ന് നിർബന്ധമാക്കുന്നതായ അറിവ്. വൽ ഉൻസ ബിഹി, അല്ലാഹുവോട് എപ്പോഴും അടുത്ത ബന്ധം, അല്ലാഹുമായിട്ട് എപ്പോഴും അടുത്ത ബന്ധം ഉണ്ടാകണം എന്നതിനെ അനിവാര്യമാക്കുന്ന അറിവ്. ഇവയൊക്കെയാണ് ഈ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ അറിവ്. ഈ അറിവിന്റെ വിഷയത്തിൽ പല ആളുകളും അറിവില്ലാത്തവരാണ്. അല്ലാഹു കാണും, അപ്പോൾ ലജ്ജിക്കുക. നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ലജ്ജ ഉണ്ടാകും. അത് ഒരു അല്ലാഹുവെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ, ഇൽമ് പഠിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ഹയ ആണ്, ലജ്ജയാണ്. ഇൽമ് പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ ഹയ അവനുണ്ടാവുകയില്ല. അത് ഇല്ലാതാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരുന്നത്, ഖുശൂ അല്ലാത്ത അവസ്ഥകൾ വരുന്നത്. ഒന്നാമതായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് അതാണ്. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലാജു ഖസ്വത്തിൽ ഖൽബി വമറദിഹി വഗഫ്ലതിഹി. മഹല്ല് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, ഖുശൂ ഉണ്ടാകുന്ന മഹല്ല്, സ്ഥാനം, അതിന്റെ സ്ഥലം ഹൃദയമാണ്. ആ ഹൃദയത്തെ ഹൃദയകാഠിന്യത്തിൽ നിന്നും, കടുത്ത സ്വഭാവത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, അശ്രദ്ധയിൽ നിന്നും ചികിത്സിക്കുക, അതാണ് രണ്ടാമത്തെ മാർഗം. അപ്പൊ ഹൃദയം ഖസ്വത്ത് പറഞ്ഞാൽ എന്താ? ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പം ദേഷ്യം പിടിക്കുക, അത് മാത്രമല്ല, മറിച്ച് ഹൃദയം കടുത്തു പോവുക. ഏറ്റവും ഹൃദയം കടുത്തുപോയ ആളുകളാണ് ജൂതന്മാർ. അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. ധാരാളം ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല, അത്ഭുതങ്ങളും പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്കൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അല്ലാഹു പറഞ്ഞു, അത്രയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടും അതിനൊക്കെ ശേഷം എന്നിട്ടും അവരത് മനസ്സിലാക്കാതെ, അല്ലാഹുവിലേക്ക് മടങ്ങാതെ ഹൃദയം കടുത്തുപോയി, ഹക്കിനെ സ്വീകരിക്കുന്നില്ല. ഹക്ക് മനസ്സിലാക്കാൻ തയ്യാറാവാത്ത ഹൃദയങ്ങളും കസ്വയാണ്. ധാരാളം ഉത്ബോധനങ്ങൾ എല്ലാ ആഴ്ചയും കേൾക്കുന്നുണ്ട്, ക്ലാസ്സുകളിലൂടെ കേൾക്കുന്നുണ്ട്. ഇന്നത് ഹറാമാണ്, ഇന്നത് വുജൂബാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിലേക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല, പകർത്തുന്നില്ല. അവർക്കും സംഭവിച്ച, ജൂതന്മാർക്കും ബനു ഇസ്രായേലുകാർക്കും സംഭവിച്ചത് അതായിരുന്നു.
അങ്ങനെ അവരുടെ ഹൃദയം കടുത്തുപോയി, കല്ലിനോളം അതിനേക്കാളും അധികമായി കടുത്തുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ നന്നാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഖുശൂഇന്റെ സ്ഥാനമായ ആ ഹൃദയത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസിൽ എന്താ? അലാ അറിയണം, വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം നന്നായ ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത്, ഇനി ആ മുദ്ഗയെങ്ങാനും മാംസകഷ്ണമെങ്ങാനും ഫസാദായി എന്ന് കരുതുക, ഫസദൽ ജസദു കുല്ലു, അവന്റെ ശരീരം മുഴുവനും ഫസാദായി. അലാ അറിയണേ, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഖുശൂഇന്റെ സ്ഥാനമായ മഹല്ലായ ഖൽബിനെ ഖസ്വ, ഹക്കിനെ സ്വീകരിക്കാത്തൊരവസ്ഥയിൽ നിന്ന്, ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്നൊക്കെ നമ്മൾ അതിനെ ചികിത്സിച്ചെടുക്കണം, മാറ്റിയെടുക്കണം. അതെങ്ങനെ? അതിനുള്ള പല കാര്യങ്ങളും നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ ദിക്ർ ചെയ്യുക, അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ, ദീനുമായിട്ടുള്ള അടുപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ഹക്കിനെ ശരിക്കും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഖുശൂ ഉള്ളവരാകാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ താക്കീത് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ൽ. അല്ലാഹു പറയുകയാണ്, വിശ്വസിച്ചവരായ ആളുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ ഖുശൂ ചെയ്യാൻ വേണ്ടി കീഴൊതുങ്ങാനായിട്ടില്ലേ? അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച ഹക്കിലേക്ക്, അതിലേക്കും കീഴൊതുങ്ങാൻ നിങ്ങൾക്കായിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവർ ആവാതിരിക്കാൻ വേണ്ടി മുമ്പുണ്ടായിരുന്ന ഖൗമിന് അവരുടെ സ്വഭാവം നമ്മൾ സൂചിപ്പിച്ചു. മുമ്പുണ്ടായ വേദഗ്രന്ഥം നൽകപ്പെട്ട ബനൂ ഇസ്രായേലുകാർ, അവർക്ക് അള്ളാഹു പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തിട്ടും അവർക്കൊരു മാറ്റവും ഖുശൂഉം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരാവാതെ അള്ളാഹുവിന്റെ ഹക്കിലേക്ക് കീഴൊതുങ്ങുന്നവരായി മാറാൻ സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ കൂട്ടരെ സംബന്ധിച്ച്, ആ ബനൂ ഇസ്രായേലുകാരെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, ഫതാല അലൈഹിമുൽ അമദ്, കാലം അവരുടെ മേൽ കഴിഞ്ഞുപോയി, പക്ഷേ ഒരു മാറ്റവും അവർക്കില്ല. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹക്ക് സ്വീകരിക്കാതെ ഹൃദയം കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ഫാസിഖീങ്ങളായി മാറി, തമ്മാടികളായി മാറി എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഹക്ക് സ്വീകരിക്കാത്തത് കൊണ്ട് ഹൃദയം ഖുശൂ ഇല്ലാതെ കടുത്തുപോയ ആളുകളാണ് അവർ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് മനസ്സിലാക്കുക, യഥാവണ്ണം അല്ലാഹുവിന്റെ അസ്മാ സിഫത്തുകൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും, നമ്മുടെ ഖുശൂഇന്റെ മഹല്ലായ സ്ഥാനമായ ഹൃദയത്തെ അതിന്റെ ഖസ്വ, കാഠിന്യത്തിൽ നിന്നും, ഗഫ്ലത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും ഇലാജ് ചെയ്യുക, ചികിത്സിക്കുക എന്നുള്ളതുമാണ് മുഖ്യമായ രണ്ട് കാരണങ്ങൾ. ഇനി നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തിൽ പ്രത്യേകം ലഭിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ലഭിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിലൊരു കാരണമാണ് മുതാബഅത്തുൽ മുഅദ്ദിൻ. നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനെ ആ ലഫ്ളിൽ പിന്തുടരുക, ഫോളോ ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോ, അവന്റെ ബാങ്കിന് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോ, അങ്ങനെ കൊടുത്ത് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിന്റെ മാന? അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു ഇൽത്തിജാ ഉണ്ട്, ഒരു അഭയം പ്രാപിക്കലുണ്ട്. യഥാർത്ഥ നിലക്ക് അതിനെ മനസ്സിലാക്കി അത് പറയുന്നൊരുത്തനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ അവനൊരു ഖുശൂ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് എന്റെ മാന, അർത്ഥം? വ്യത്യസ്ത നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം അൻ-നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹം പറയാ, ഖാല അബുൽ ഹൈസം റഹ്മഹുല്ലാ പറഞ്ഞു, ലാ ഹൗൽ എന്ന് പറഞ്ഞല്ലോ, ലാ ഹൗല. അവിടെ അൽ ഹൗൽ എന്ന് പറഞ്ഞാൽ ഹറക, ചലനങ്ങൾ.
എന്ന് പറഞ്ഞ ഐ ലാ ഹറകത വല ഇസ്തിതാഅത, ഒരു ചലനവും ഒരു കഴിവും തന്നെയില്ല ഇല്ലാ ബിമശീഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ മശീഅത്ത് ഉദ്ദേശത്തോടു കൂടിയല്ലാതെ എന്നാണ് അതിന്റെ ഒരു മാന. വകദാ ഖാല സഅലബ്, ഇപ്രകാരമാണ് ഇമാം സഅലബ് റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. വആഖറൂൻ, അദ്ദേഹം അല്ലാത്ത മറ്റു ആളുകളും ഈ അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. വഖീല, ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, ലാ ഹൗല എന്ന് പറഞ്ഞ ഫി ദഫ്ഇ ശർരിൻ, ഫി ദഫ്ഇ ശർരി എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറിനെയും അകറ്റ. അറബിയിൽ നഹ്വിൽ ഷർർ എന്ന് പറഞ്ഞാൽ നക്ര എന്ന് പറയും. അപ്പൊ ദഫ്ഉ ശർരിൻ നക്രയിലേക്ക് ഇദാഫ ചെയ്തു, അപ്പൊ ഒരു ഉമൂം എന്ന് പറയും. എല്ലാ ഷർറും, ഒരു ഷർറും ഒഴിവല്ല, എല്ലാ ഷർറിനെയും അകറ്റുക. അതുപോലെ തന്നെ വലാ ഖുവ്വ എന്ന് പറഞ്ഞ ഫി തഹ്സീൽ ഖൈരിൻ ഇല്ലാ ബില്ലാഹ്, എല്ലാ ഖൈറും അതിലേക്ക് ലഭിക്കുകയും ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നാണ് അതിന്റെ മാന. എന്നും അതല്ലാത്ത മാനകളുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട 2 മാന പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഇത് മാന മനസ്സിലാക്കി ഇങ്ങനെ ഒരു ഗുണം ലഭിക്കുമെന്ന് മനസ്സിലാക്കി ചെല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കാരത്തിൽ ഖുശൂഅ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 4-മതായി പണ്ഡിതന്മാർ ഖുശൂ ലഭിക്കാനുള്ള കാരണമായി പറഞ്ഞത് അദമുൽ ഇൽതിഫാതി ലിഗൈരി ഹാജ്ജ, നമസ്കാരത്തിൽ ആവശ്യമില്ലാതെ തിരിയാന്നുള്ളത്. അപ്പൊ ആവശ്യമില്ലാതെ തിരിയാന്ന ആവശ്യത്തിന് തിരിയാന്ന് കിട്ടിയതിൽ നിന്ന്, ആവശ്യത്തിന് തിരിയാന്ന നമസ്കാരത്തിൽ ആവശ്യം തിരിയത് തല മാത്രം, ഉടല് തെറ്റാതെ, ഖിബ്ലക്ക് തെറ്റാൻ പാടില്ല. ഉടല് തെറ്റാൻ നമസ്കാരം ബാത്തിലാവും. ഉടല് തെറ്റാതെ തല തിരിക്കുക ഹാജത്തിന്, ആവശ്യത്തിന്, അത് പണ്ഡിതന്മാർ അനുവദിച്ചതാണ്. അത് ഹദീസിലൂടെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. എന്നാ ആവശ്യമില്ലാതെ തിരിയ എന്നുള്ളത് അത് ഖുശൂഅനെ ബാധിക്കും. അപ്പൊ ഒരു സംശയം വരും, അതിപ്പോ ആരും ചെയ്യാറില്ലല്ലോ, പൊതുവെ നമ്മളൊന്നും തിരിയറില്ലല്ലോ. അപ്പോ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, 2 നിലക്കാണ് അവിടെ ഇൽത്തിഫാത്ത്, തിരിയൽ എന്ന് പറഞ്ഞ 2 നിലക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സഅൽതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അനിൽ ഇൽതിഫാത്തി ഫി സ്വലാഹ്, നമസ്കാരത്തിൽ തിരിയുന്നതിനെ കുറിച്ച് നബിയോട് ഞാൻ ചോദിച്ചപ്പോ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സ്വലാത്തി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നമസ്കാരത്തെ ശൈത്താൻ റാഞ്ചിയെടുക്കുന്ന ഒരു റാഞ്ചലാണ്, ഒരു ഇഖ്തിലാസാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആവശ്യമില്ലാതെ തിരിയ എന്നുള്ളത്. അപ്പൊ ഈ തിരിയൽ 2 നിലക്കുണ്ട്. അതാ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത് കാണാം. ഒന്നാമത്തേത് ഇൽതിഫാത്തുൻ ഹിസ്സിയ എന്ന് പറയും. അത് പൊതുവെ നമുക്കൊക്കെ തടുക്കാൻ എളുപ്പമാണ്. അഥവാ ഒരാൾക്ക് കാണാം ഹിസ്സി ആയിക്കൊണ്ട് തന്നെ നമ്മളിങ്ങനെ തിരിയ, ഈ തിരിച്ചിൽ ഒരാൾക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. 2ാമത്തെ ഇൽതിഫാത്തുണ്ട്. എന്താണ് ആ തിരിയൽ? ഇൽതിഫാത്തുൻ മഅനവിയ്യ ബിൽ ഖൽബ്, അത് മഅനവിയായ തിരിച്ചിലാണ്, ഖൽബിലുള്ള എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ് തെറ്റിപ്പോവാ. അത് ബാക്കിയുള്ളവന് കണ്ടാൽ മനസ്സിലാവില്ല ചിലപ്പോ. അപ്പൊ അതിനെ പിടിച്ചു നിർത്തുക. ഇപ്പൊ പല ആളുകളും ചിലപ്പോൾ നമസ്കരിക്കുമ്പോൾ ചിന്ത കച്ചവടത്തിലായിരിക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. അതൊരു ഇൽതിഫാത്തുൻ മഅനവിയ്യ, ശ്രദ്ധ തെറ്റിപ്പോവാൻ. അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് പ്രയാസകരമായ കാര്യം. അത് അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനെ പിടിച്ചു നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് മഹാനായ ഉസ്മാൻ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അത് ശൈത്താന്റെ ഒരു പണിയാണ്. ഉസ്മാൻ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ നമസ്കാരത്തിൽ, അദ്ദേഹത്തിന്റെ ഖിറാഅത്തിലും നമസ്കാരത്തിലൊക്കെ ആകെ തൽബീസ് ആവാൻ തുടങ്ങി, ശൈത്താൻ തൽബീസ് ആക്കാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്താൻ, അതൊരു ശൈത്താനാണ്. യുഖാലു ലഹു ഖൻസബ്, ഖൻസബ് എന്ന് പറയുന്ന ഒരു ശൈത്താനാണ്, നബിക്കറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ അഹ്സസ്തഹു, ആ ശൈത്താന്റെ ഉപദ്രവം നിനക്ക് അനുഭവപ്പെട്ടാൽ ഫതഅവദ് ബില്ലാഹി മിൻഹു, അവനിൽ നിന്ന് അല്ലാഹുവോട് നീ ഇസ്തിആദത്ത് ചെയ്തു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നെങ്കിൽ പറഞ്ഞോ. വത്ഫിൽ അലാ യസാരിക സലാസ, നിന്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം നീ തഫ്ലി ചെയ്തോ, ചെറിയ ഉമിനീരോട് കൂടി നീ തുപ്പിക്കോ 3 വട്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഖാല ഫഫഅൽതു കദാലിക്,
നബി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. 3 വട്ടം ഇടത്തോട്ട് നേരിയ ഉമിനീരോടുകൂടി തുപ്പി. അങ്ങനെ അദ്ദേഹം പറയാ ഫഅദ്ഹബഹുല്ലാഹു അന്നി, ആ ശൈത്താന്റെ ഉപദ്രവം അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞത് സുന്നത്തായ കാര്യമാണ്, നമ്മൾ പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ്. വല്ലാതെ നമ്മുടെ നമസ്കാരത്തിൽ ശൈത്താൻ നമുക്ക് ഒരു ഉപദ്രവമായി തോന്നുകയാണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് 3 വട്ടം തഫ്ല് ചെയ്യുക, ചെറിയ ഉമിനീരോടുകൂടി തുപ്പുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലും. അപ്പോൾ ഒരു സംശയം വരും, ഇന്നിപ്പോ നമ്മൾ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ എടുത്ത ഭാഗത്തൊക്കെ ആളുണ്ടാവുമല്ലോ. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ നമ്മളെ ഡ്രസ്സിന്റെ അടുത്തേക്ക് അവർ ഉപദ്രവമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ മിന്തിയിൽ കർച്ചീഫിലേക്ക് ചെയ്യാം. ഇനി അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ ചുരുങ്ങിയത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കഫാ, അതുകൊണ്ട് ഒതുക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സഫിന്റെ അങ്ങേ തലക്കുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസം ഉണ്ടാവുകയില്ല. അപ്പൊ അവനത് ചെയ്യാം, അതൊരു സുന്നത്തായ കാര്യമാണ്. ശൈത്താൻ നമ്മുടെ ഖുശൂ ഇല്ലാതാക്കി ശൈത്താൻ വല്ലാതെ ഇടപെടുമ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നൊരു മാതൃകയാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ഖുശൂ നമുക്ക് ഇല്ലാതായി പോകുന്നതിൽ നിന്നും തടയാനുള്ള മാർഗങ്ങളാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപ്പോ ഒരു സംശയം വരും, ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ നമസ്കാരത്തിൽ അതൊരു ചില ആളുകൾ അനന്യ നിസ്കാരം ബാത്തിലാവും എന്നൊക്കെ പറയുന്ന വിവരമല്ലാണ്ട് പറയുന്ന ആളുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുകയാണ്, അൽ അബ്ദു, ഒരു അടിമ, ഇദാ തഅവ്വദ ബില്ലാഹി മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നും അല്ലാഹുവോട് രക്ഷ തേടുമ്പോ, മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടുകയും വതഫല അൻ യസാരിഹി, അവന്റെ ഇടതുവശത്തേക്ക് അവൻ തുപ്പുകയും ചെയ്താൽ ലം യദുറഹു ദാലിക്, ആ തുപ്പുക എന്നുള്ളത് അവനൊരു പ്രോബ്ലം വരുത്തൂല, അവനൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. വല യഖ്തഉ സ്വലാതഹു, അവന്റെ നമസ്കാരത്തെ ബാത്തിലാക്കുകയുമില്ല. ബൽ ഹാദാ മിൻ തമാമിഹാ വ കമാലിഹാ, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാ, മറിച്ച് അങ്ങനെ ചെയ്യുന്നത് നമസ്കാരത്തിന്റെ തമാമിഹാ വ കമാലിഹാ, നമസ്കാരത്തിന്റെ പരിപൂർണതയിൽപ്പെട്ട കാര്യമാണ് എന്നാണ് സലഫുകളായ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ നിലക്ക് നമ്മൾ നമസ്കാരത്തിലേക്ക് വന്നാൽ നമുക്ക് ഖുശൂ ലഭിക്കാനും ശൈത്താനെ നമുക്ക് ആട്ടിയൊടിക്കാനും സാധിക്കും. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും മിൻ ജമീഇ ദുനൂബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദു. വിശദീകരിച്ചു വരുന്നത് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ ഒന്നാമതായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫത്തിലൂടെ തന്നെ അള്ളാഹുവിനെ യഥാർത്ഥ നിലക്ക് മനസ്സിലാക്കുക, ഹൃദയത്തെ അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ചികിത്സിക്കുക, ഖുർആനുമായി എപ്പോഴും ബന്ധമുണ്ടാവുക, അതൊക്കെ അതിനൊരു പരിഹാര മാർഗമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, മുഅദ്ദിനിന്റെ ബാങ്കിനെ ഫോളോ ചെയ്യുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്ക് ഒരു അഭയം പ്രാപിക്കലാണത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ആവശ്യമില്ലാതെ നമസ്കാരത്തിൽ തിരിയാൻ പാടില്ല. ഇനി ശൈത്താന്റെ ഉപദ്രവം ഉണ്ടായാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ഇടത്തോട്ട് 3 പ്രാവശ്യം തഫ്ല് ചെയ്യുക, തുപ്പുക എന്നുള്ളതും അതിന് പരിഹാരമായി നമ്മൾ പറഞ്ഞു. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പൊതുവെ ആളുകൾക്കുള്ളൊരു സ്വഭാവമാണ് ആദമു അബ്സിൽ മുസല്ലി ബിജവാരിഹി, നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൈകാലുകൾ കൊണ്ട് വെറുതെ ഇങ്ങനെ കളിക്കുക. ചില ആളുകൾ അവിടെ ചൊറിയും ഇവിടെ ചൊറിയും ഇവിടെ മാന്തും, അങ്ങനെ നമസ്കാരത്തിലേക്കും പല പരിപാടികളും. അപ്പൊ ആ പരിപാടി ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ഓവറാകുന്ന ആ രീതി കൈകൾ കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ സൂചിപ്പിച്ചു, താടിമ കളിച്ചവനെ നബി കണ്ടപ്പോൾ പറഞ്ഞ വാക്ക്. ഒരിക്കൽ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഹദ്ദസനി മുആയിഖീബ്, എന്നോട് മുആയിഖീബ് പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫിർ റജുലി, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യനെ കുറിച്ച്. ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? യുസവ്വി തുറാബ ഹൈസു യസ്ജുദു, അദ്ദേഹം നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണ് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക.
അപ്പൊ അന്ന് അങ്ങനെയാണല്ലോ, അന്ന് ഇന്നത്തെ പോലെ പായൊന്നല്ലോ. അപ്പൊ അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ കാനത് ഫാഇലൻ ഫവാഹിദ, അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫവാഹിദ, അത് അവൻ ഒരൊറ്റ തവണയാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അത് ആവശ്യമായി വരും. അപ്പൊ അത് നമസ്കാരത്തിലേക്ക് ആവശ്യമാണ്, അത് ഒരൊറ്റ തവണയാക്കട്ടെ, അല്ലാതെ അതങ്ങനെ അധികരിപ്പിച്ച് നമസ്കാരത്തെ ബാത്തിലാക്കുന്ന ഖുശൂ കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകളും ആവശ്യമില്ലാതെ തന്നെ ചൊറിഞ്ഞും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കലുണ്ട്, ആവശ്യമില്ലാതെ തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക, അതൊക്കെ ഖുശൂഇനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ആദമു തഖ്സീസ് മകാനിൻ മിനൽ മസ്ജിദി ലിസ്വലാത്തി ഫീഹി ദായിമ ലിഗൈരിൽ ഇമാം, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുക. അത് ഫർദ് നമസ്കാരത്തിൽ കേട്ടോ, സുന്നത്ത് നമസ്കാരത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഫർദ് നമസ്കാരത്തിൽ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. സ്ഥിരമായിട്ട് അത് പല ഹിക്മത്തുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുറഹ്മാൻ ഇബ്നു ശിബിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു അൻ നഖറത്തിൽ ഗുറാബ്, അഥവാ സുജൂദിൽ ഒരു തുമഅ്നീനത്തില്ലാതെ അച്ചടക്കമില്ലാതെ കാക്ക കുത്തുന്ന മാതിരി പെട്ടെന്ന് ചെയ്തു പോരാ, അതിനെ നബി വിരോധിച്ചു. വന്യമൃഗങ്ങൾ പരന്നിരിക്കുന്ന ഒരു നായയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ ആ പതിഞ്ഞുള്ള ഇരുത്തം, അതിനെ നബി സല്ലല്ലാഹു അലൈഹി സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഒട്ടകത്തിനൊരു പ്രത്യേക സ്ഥലമുള്ളതുപോലെ പള്ളിയിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഒരാൾ ഒരു സ്ഥലം തന്നെ പ്രത്യേകമായിട്ട് സ്വീകരിക്കുക, അവർ തന്നെ നിസ്കരിക്കൂ. അങ്ങനത്തെ ഒരവസ്ഥ അത് ഒഴിവാക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതിന്റെ ഹിക്മത്ത് പല പണ്ഡിതന്മാർ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാനായ ഇബ്നു ഹജർ അൽ ഹാഫിസ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വഹിക്മതു, നബി അങ്ങനെ പറയാനുള്ള ഹിക്മത്ത് എന്താ, അയ്യുഅദ്ദിയ ഇല ശുഹറതി വരിയാഇ വസ്സുംഅ, ഒരു സ്ഥലത്ത് വന്ന ഒരു മുന്നിലത്തെ അല്ല ഇമാമിന്റെ തൊട്ട് ബേക്ക് തന്നെ വന്നെന്നും വേറെ എവിടെ നിസ്കരിക്കൂല. അപ്പൊ അതൊരു റിയായിലേക്കും ലോകമാന്യതയിലേക്കും ഒരു ശുഹറത്ത് ഒരു പ്രസിദ്ധിയിലേക്കും ആളുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സുംഅത്തിലേക്കൊക്കെ ഒരു കീർത്തിയിലേക്കൊക്കെ അത് എത്തിക്കാൻ കാരണമാകും. മറ്റു കാരണങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് സലഫുകളായ ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, വസ്ത്രവും മുടിയും, പുരുഷന്മാർ വസ്ത്രവും മുടിയും വസ്ത്രമാകുമ്പോൾ ചുരുട്ടി വെക്കുക, ആ ചുരുട്ടി വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അത് കറാഹത്താണ്, നമസ്കാരം ബാത്തിലാവുകയില്ല. എന്നാലും നമസ്കാരത്തിന്റെ ഏറ്റവും പരിപൂർണതക്ക് നല്ലത് അത് ഒഴിവാക്കലാണ്, ഖുശൂ ലഭിക്കാൻ കാരണമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അപ്പൊ വസ്ത്രങ്ങൾ മുടി പൊതുവെ ഇല്ലെങ്കിലും വസ്ത്രം മടക്കി വെക്കുന്ന സ്വഭാവം ആളുകളിലുണ്ട് നമസ്കാരത്തിൽ, അത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഖുശൂ ഉണ്ടാവാൻ വേണ്ടി പണ്ഡിതന്മാർ എണ്ണിയയിൽ പറഞ്ഞ കാര്യമാണ് അത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നതോട് കൂടിയാണ് നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ഖുശൂ ഉണ്ടാക്കാനുള്ള വഴിയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയുമില്ല. ഇനിയും ധാരാളം കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവോട് പിന്നെ പ്രാർത്ഥിക്കുക, എപ്പോഴും ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്കൊരു ഖുശൂ ഉള്ള നല്ല അള്ളാഹു സ്വീകരിക്കുന്ന നമസ്കാരമായി തീരാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.